ഇന്നലെയാണ് ഞാൻ എന്റെ പാലക്കാട്ടിലെ ചൂടിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കിയത്. ഇന്നലെ ഒരു കല്യാണത്തിന് പോയി, ബസ്സിലാണ് പോയത്. എനിക്ക് സൈക്കിൾ അല്ലാതെ വേറെ വണ്ടികളൊന്നും ഓട്ടിക്കാൻ അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് നടന്നു വരുന്ന വഴി നല്ല പോലെ വെയിൽ കൊണ്ടു. വീട് എത്തിയതും അമ്മയൊക്കെ ടൈൽസിലാണ് കിടക്കുന്നത്, തണുപ്പ് കിട്ടാൻ വേണ്ടി. സീലിംഗ് ഫാനും ഉണ്ടെങ്കിലും അതിൽ കാറ്റൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ടേബിൾ ഫാനും കൂടി മേടിച്ചു. ഈ നട്ടുച്ച വെയിലത്ത് വീട്ടുകാർ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതാണ് എന്റെ ടെറസിന്റെ മുകൾ ഭാഗം. ഇവിടെ വെള്ളം വെച്ച് നനച്ചു വിട്ടാലോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്റെ സെക്കൻഡ് ഹാൻഡ് ചെരുപ്പ് എടുത്തിട്ടു. പുതിയ ചെരുപ്പ് ഉണ്ടെങ്കിലും എനിക്ക് ഈ ചെരുപ്പ് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ശേഷം ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തു. ആ വെള്ളത്തെ ഏറ്റിപ്പിടിച്ച് ടെറസിന്റെ മേലോട്ട് കൊണ്ടുവന്നു. ടെറസിന്റെ മേലെ കുറച്ച് പുതപ്പുകളുണ്ട്, അതിനെയൊക്കെ സൈഡിലേക്ക് മാറ്റിവെച്ചു. അങ്ങനെ അതിനെ എടുത്ത് അമ്മ കിടക്കുന്ന റൂമിന്റെ മേലോട്ട് വെച്ചു. ശേഷം വെള്ളത്തെ കൈവച്ച് തേവാൻ തുടങ്ങി. ഇങ്ങനെ തേവിയാൽ ഒന്നും ആവില്ല. അങ്ങനെ ബക്കറ്റ് വെള്ളത്തെ നാലാ ഭാഗത്തേക്ക് പരത്തി ഒഴിച്ചു. വെള്ളത്തിൽ ചെരുപ്പിട്ട് നിൽക്കുമ്പോൾ നല്ല പോലെ വഴുക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ ചെരുപ്പ് അഴിച്ചു വെച്ചു. ആദ്യ ബക്കറ്റ് വെള്ളം കഴിഞ്ഞു. രണ്ടാമത്തെ ബക്കറ്റ് നിറച്ചു. രണ്ടാമത്തെ ബക്കറ്റ് കുറച്ച് കൂടുതൽ വെള്ളം നിറച്ചു. ഒട്ടും സമയം കളയാതെ ബക്കറ്റ് വെള്ളത്തെ ഒഴിക്കാത്ത ഭാഗത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് ടെറസിന്റെ മേലെ അടിച്ചു വാരുന്ന ചൂല് എടുത്തു. അങ്ങനെ ചൂല് വെച്ച് വെള്ളത്തെ ഒന്നും കൂടി പരത്തി. ശേഷം മൂന്നാമത്തെ ബക്കറ്റും വെള്ളം കൊണ്ടുവന്നു. അതിനെ കൊണ്ടുവന്ന് ഹാളിന്റെ ഭാഗത്തേക്കും അതുപോലെ സിറ്റ് ഔട്ട് ഭാഗത്തേക്കും ഒഴിച്ചു. അങ്ങനെ ഈ ഭാഗവും ചൂല് വെച്ച് വെള്ളത്തെ നല്ല പോലെ പരത്തി. എന്നാൽ ആദ്യം ഒഴിച്ച കുറച്ച് ഭാഗത്ത് ചുട്ടുപൊള്ളുന്ന വെയിൽ കൊണ്ട് നല്ല പോലെ ഉണങ്ങിപ്പോയി. അങ്ങനെ വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം കൂടി കൊണ്ടുവന്ന് എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞില്ല, അപ്പോഴേക്കും മുക്കാ ഭാഗം വെടിച്ചു. അത്രയ്ക്കുണ്ട് പാലക്കാട്ടിലെ വെയില്. കുറച്ച് ഭാഗത്ത് തേങ്ങ ഉണക്കാൻ ഇട്ടിരിക്കുന്നത് കൊണ്ട് അടുക്കള ഭാഗത്തിന്റെ മേലെ നനയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് കുറച്ചെങ്കിലും തണുപ്പ് കിട്ടാൻ വേണ്ടി ടെറസിന്റെ മേലെ വെള്ളം ഒഴിച്ചു. ഇനി എന്റെ മേലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുളിക്കണം.